സോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈസ് നാച്ചുറൽ ഹൈഡ്രജൻ ദ ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ? അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സെഷനിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് വി വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റിലവൻസ് ഓഫ് ദിസ് ടോപ്പിക്. പ്രിലിംസിൽ GS പേപ്പർ 1 ജനറൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ഇഷ്യൂസ്. So first we will look on to the background of this news, which is hydrogen is viewed as a key decarbonization fuel that can help tackle global warming. Current hydrogen production mainly uses natural gas, which is polluting, while green hydrogen from renewable remains very expensive. So natural hydrogen, if extracted sustainably, offers a clean and low cost alternative and may be abundant in India. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്ലീൻ ഫ്യൂൽ. നമുക്കറിയാം ഹൈഡ്രജൻ ഇറ്റ് ഈസ് എ ഫ്യൂൽ ദാറ്റ് ക്യാൻ ഹെൽപ്പ് റിഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓൾ. ബട്ട് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഹൈഡ്രജൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. അപ്പോൾ അതൊരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലീനർ ഓപ്ഷനായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ വിച്ച് ഈസ് മെയ്ഡ് യൂസിങ് ദ റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാറോ അല്ലെങ്കിൽ വിൻഡ് എനർജിയോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു റിന്യൂവബിൾ എനർജിയിലൂടെ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ദർ ഇസ് ഓൾസോ സംതിങ് കോൾഡ് നാച്ചുറൽ ഹൈഡ്രജൻ. അപ്പോൾ ഇത് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ അണ്ടർഗ്രൗണ്ടിലാണ് ഇത് കാണപ്പെടുന്നത്, വിച്ച് ഈസ് ലൈക്ക് ഒരു ഓയിലോ ഗ്യാസോ പോലെ കാണപ്പെടുന്ന ഒരു ഫോമിലായിരിക്കും. സോ ഇഫ് വി ക്യാൻ എക്സ്ട്രാക്ട് ഇറ്റ് സേഫ്ലി ആൻഡ് ചീപ്ലി, ഇത് വളരെ നല്ലൊരു ഇറ്റ് വിൽ ബി എ ക്ലീൻ ആൻഡ് ലോ കോസ്റ്റ് ഫ്യൂൽ എന്നുള്ളതാണ്. സോ സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് ഇന്ത്യ മൈറ്റ് ഹാവ് എ ലോട്ട് ഓഫ് നാച്ചുറൽ ഹൈഡ്രജൻ. സോ ഇറ്റ് കുഡ് ഹെൽപ്പ് ദ കൺട്രി മൂവ് ടുവേർഡ്സ് ക്ലീനർ എനർജി എന്നുള്ളതാണ്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡിസ്കവറി ആൻഡ് ജിയോളജിക് ഒറിജിൻ ഓഫ് നാച്ചുറൽ ഹൈഡ്രജൻ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു നാച്ചുറൽ ഹൈഡ്രജനെ പറ്റിയിട്ട്. സോ നാച്ചുറൽ ഹൈഡ്രജൻ ഈസ് ജനറേറ്റഡ് ത്രൂ ജിയോളജിക്കൽ പ്രോസസ് സച്ച് ആസ് സർപ്പനിനൈസേഷൻ, റേഡിയോളിസിസ് ആൻഡ് ഡീകമ്പോസിഷൻ. അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. സോ ഈ ഒരു ദിസ് വാസ് ഡിസ്കവേർഡ്, ഹിസ്റ്റോറിക് ഡിസ്കവറി വാസ് ഇൻ 1987 മാലിയിലാണ്. സോ എ ഡ്രിൽ സ്ട്രക്ക് എ ഫ്ലെയിമബിൾ ഗ്യാസ് ജെറ്റ് ലേറ്റർ ഐഡന്റിഫൈഡ് ആസ് 98% hydrogen in 2012. So once considered a geological curiosity, hydrogen is now being found in areas with active tectonics, coal mines and co-presence of helium, okay, indicating radiolysis process and all. സോ ഈ ഒരു നാച്ചുറൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്, ആൻഡ് വിച്ച് ഈസ് ഫോംഡ് അണ്ടർഗ്രൗണ്ട് ത്രൂ നാച്ചുറൽ ജിയോളജിക്കൽ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ ഒന്ന് സർപ്പന്റിനൈസേഷൻ ആണ്. ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ അയൺ റിച്ച് ആയിട്ടുള്ള റോക്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സർപ്പന്റിനൈസേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ ജിയോളജിക്കൽ പ്രോസസ്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് റേഡിയോളിസിസ് ആണ്. റേഡിയോളിസിസ് എന്ന് വെച്ചാൽ വെൻ റേഡിയോ ആക്റ്റീവ് റോക്സ് ബ്രേക്ക് ഡൗൺ വാട്ടർ മോളിക്യൂൾസ്, ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, പിന്നെയുള്ളത് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്. സോ ലൈക്ക് നമ്മുടെ ഡെഡ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ലൈക്ക് ഡെഡ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ക്യാൻ ഓൾസോ റിലീസ് ഹൈഡ്രജൻ. ഈ ഒരു ഡെഡ് പ്ലാന്റ്സും ആനിമൽസും വിച്ച് ഇസ് ബെറിഡ് deep underground can also release hydrogen, which is known as decomposition of organic matter. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒന്ന് സർപ്പനിനൈസേഷൻ, വിച്ച് ഈസ് when water react with iron rich rocks it releases hydrogen. പിന്നീട് നമ്മൾ നോക്കിയത് റേഡിയോളിസിസ് ആണ്. ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് വാട്ടർ മോളിക്യൂൾസ് ആവും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവർ വാട്ടർ മോളിക്യൂൾസ് ആവും, അത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെൻ റേഡിയോ ആക്റ്റീവ് റോക്സ് ബ്രേക്സ് ഡൗൺ വാട്ടർ മോളിക്യൂൾസ്, ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇൻ 1987 മാലിയിലുള്ളൊരു വില്ലേജിലാണ് ആക്സിഡൻ്റലി ഫൗണ്ട് നാച്ചുറൽ ഹൈഡ്രജൻ വൈൽ ഡ്രില്ലിംഗ്. ആൻഡ് 2012 ഇറ്റ് വാസ് കൺഫേംഡ് ടു ബി 98% പ്യുവർ ഹൈഡ്രജൻ. ഓക്കെ, അതൊരു വളരെ മേജർ ഡിസ്കവറി ആയിരുന്നു ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നാച്ചുറൽ ഹൈഡ്രജൻ വാസ് സീൻ ആസ് എ റെയർ ക്യൂരിയോസിറ്റി.
Okay, but now scientists are finding it in more places, especially like tectonic area like Himalayas, where the Earth's plates are active. Pinne coal mines which have a lot of organic matter. Pinne areas with helium, which suggest radiolysis is happening underground. നമ്മൾ റേഡിയോളിസിസിനെ പറ്റിയിട്ട് പറഞ്ഞു. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റോക്സ് ബ്രേക്ക് ഡൗൺ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ദെൻ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേജസിൽ ഇതൊരു ജിയോളജിക്കൽ ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മൾ പറഞ്ഞു. പിന്നീട് ഹൈഡ്രജൻ ഈസ് നൗ ബീങ് ഫൗണ്ട് ഇൻ ഏരിയാസ് വിത്ത് ആക്റ്റീവ് ടെക്ടോണിക്സ്. ഈ ഒരു ആക്റ്റീവ് ടെക്ടോണിക്സ് എന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓൺഗോയിങ് ജിയോളജിക്കൽ പ്രോസസ് ആണ്, പർട്ടിക്കുലർലി ദോസ് റിലേറ്റഡ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ് ദാറ്റ് ഷേപ്സ് ദി എർത്ത് സർഫസ്, ഇൻക്ലൂഡിങ് എർത്ത് ക്വേക്സ്, ഫോൾട്ടിങ് ആൻഡ് മൗണ്ടെയിൻ ബിൽഡിംഗ് ആൻഡ് ഓൾ. വിഷ്വലിൽ നിങ്ങളത് ജോഗ്രഫിയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇതിലോട്ട് പോകുന്നില്ല. സോ ഈ ആക്റ്റീവ് ടെക്ടോണിക്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ഹിമാലയാസ് പറയാം, അതൊരു ആക്റ്റീവ് ടെക്ടോണിക്സ് ഏരിയ ആണ്. ആൽപ്സ്, പെറനീസ് ഒക്കെ വിച്ച് ഈസ് എ മൗണ്ടെയിൻ റേഞ്ച് ഇൻ യൂറോപ്പ്. ആൻഡ് പിന്നെ കോൾ മൈൻസിൽ അത് ഓർഗാനിക് മാറ്ററിൻ്റെ സോഴ്സ് ആണല്ലോ ഗോൾഡ് മൈൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റേഡിയോളിസിസ് പ്രോസസ്സ് വഴി ഈ ഒരു ഹീലിയത്തിൻ്റെ ഒപ്പം വിത്ത് ദി കോ പ്രസൻസ് ഓഫ് ഹീലിയം ഇൻഡിക്കേറ്റിംഗ് റേഡിയോളിസിസ് പ്രോസസ്സ് ഇവിടെയൊക്കെ ഈ ഒരു ഹൈഡ്രജൻ കാണപ്പെടുന്നുണ്ട്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഗ്ലോബലിയും അതേപോലെ തന്നെ ഇന്ത്യയിലും ഉള്ള നാച്ചുറൽ ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യലാണ്. So globally, hundreds of natural hydrogen seeps have been catalogued in Australia, USA, France, Spain, Albania, Colombia, South Korea and Canada. ഓസ്ട്രേലിയയിൽ ഈർ പെനിൻസുലയിലും അതേപോലെ കാംഗറു ഐലൻഡിലും ഇത് കാണുന്നുണ്ട്. USA കൻസാസിലും നെബസ്കയിലും ആണ് ഇത് കാണുന്നത്. ദെൻ ഒരു US-ൻ്റെ ഒരു ജിയോളജിക്കൽ സർവേയിൽ 2022 മോഡൽ സജസ്റ്റ് ടെൻസ് ഓഫ് ട്രില്യൻസ് ഓഫ് മെട്രിക് ടൺസ് മേ എക്സിസ്റ്റ് എന്ന് അവർ പറയുന്നുണ്ട്. ഇഫ് ജസ്റ്റ് 2% ഈസ് കൊമേഴ്ഷ്യലി വേബിൾ, ഇറ്റ് കുഡ് സപ്ലൈ ഹൈഡ്രജൻ നീഡ്സ് ഫോർ 200 years അറ്റ് 500 million tons പെർ ഇയർ. അതുപോലെ തന്നെ ഫ്രാൻസിൽ 2023 തൊട്ട് 2025 ലൊറെയ്ൻ ആൻഡ് മൊസൈൽ റീജിയൻസ് ഡിസ്കവേർഡ് 92 million tons വർത്ത് 92 billion, ഹാഫ് ഓഫ് കറണ്ട് ഗ്ലോബൽ പ്രൊഡക്ഷൻ ഫ്രാൻസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സയൻറ്റിസ്റ്റൊക്കെ ഒരുപാട് നാച്ചുറൽ ഹൈഡ്രജൻ സീപ്സ് കണ്ടെത്തുന്നുണ്ട്. ഈ സീപ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്ലേസസ് വെർ ഹൈഡ്രജൻ എസ്കേപ്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കൺട്രീസിൽ ഇപ്പോൾ ഈ ഒരു നാച്ചുറൽ ഹൈഡ്രജൻ സീപ്സ് സയൻറ്റിസ്റ്റ് കണ്ടെത്തുന്നുണ്ട്. സോ അത് മെയിൻലി നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയ, USA, ഫ്രാൻസ്, സ്പെയിൻ, അൽബേനിയ, കൊളംബിയ, സൗത്ത് കൊറിയ ആൻഡ് കാനഡ. പിന്നെ US-ൻ്റെ ഒരു ജിയോളജിക്കൽ സർവേ 2022 US-ൻ്റെ ജിയോളജിക്കൽ സർവേ അനുസരിച്ച് ദർ കുഡ് ബി ടെൻസ് ഓഫ് ട്രില്യൻസ് ഓഫ് ടൺസ് ഓഫ് നാച്ചുറൽ ഹൈഡ്രജൻ ഹിഡൻ അണ്ടർഗ്രൗണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിൽ 2% മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ് കുഡ് പ്രൊവൈഡ് ഇനഫ് ഹൈഡ്രജൻ ഫോർ 200 years. Okay, based on the world using 500 million tons per year. ആൻഡ് അതേപോലെ ഫ്രാൻസിൽ 2023 2025 ഇടയിൽ ഫ്രാൻസിൽ ദേ ഫൗണ്ട് 92 million tons ഓഫ് ഹൈഡ്രജൻ ഇൻ ലൊറെയ്ൻ ആൻഡ് മൊസൈൽ റീജിയൻ. ഇതെന്ന് പറയുന്നത് വേൾഡിലെ ഗ്ലോബലി ഉള്ള കറണ്ട് ഗ്ലോബൽ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ്റെ പകുതിയും ഈ റീജിയനിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഉള്ളതാണെന്നാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് വർത്ത് അബൌട്ട് 92 billion. സോ ഇതെന്താണ് കാണിക്കുന്നത്? ദിസ് ഷോസ് ദാറ്റ് നാച്ചുറൽ ഹൈഡ്രജൻ കുഡ് ബി എ ഹ്യൂജ് ക്ലീൻ എനർജി സോഴ്സ് ഇഫ് യു ലേൺ ഹൗ ടു ഫൈൻഡ് ആൻഡ് എക്സ്ട്രാക്ട് ഇറ്റ് പ്രോപ്പർലി. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഈ ഒരു പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇന്ത്യാസ് പൊട്ടൻഷ്യൽ. സോ ഇന്ത്യയിൽ ഇത് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ അൾട്രാമാഫിക് ഓർ മാഫിക് ആൻഡ് ബസാൾട്ടിക് റോക്സ്, പിന്നെ ഒപ്പിയോലൈറ്റ് കോംപ്ലക്സസ്, ഗ്രീൻ സ്റ്റോൺ ബെൽറ്റ്സ്, അതേപോലെ സെഡിമെൻ്ററി ബേസിൻസ്, ഫ്രാക്ചേർഡ് ബേസ്മെൻറ്റ് റോക്സ് ആൻഡ് ഹോട്ട് സ്പ്രിംഗ് ഏരിയാസിലൊക്കെയാണ് ഈ ഒരു ഹൈഡ്രജൻ കാണപ്പെടുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു പൊട്ടൻഷ്യൽ ഫോർ നാച്ചുറൽ ഹൈഡ്രജൻ നമ്മൾ നോക്കുമ്പോൾ നാച്ചുറൽ ഹൈഡ്രജൻ ഇന്ത്യയിൽ മെയിൻലി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വിച്ച് ഈസ് ഇൻ സ്പെസിഫിക് ടൈപ്സ് ഓഫ് റോക്സ് ആൻഡ് റീജിയൻസ് സച്ച് ആസ് അൾട്രാമാഫിക് ഓർ മാഫിക് ആൻഡ് ബസാൾട്ടിക് റോക്സ്. These are ancient iron and magnesium rich rocks that can produce hydrogen through
serpentinization, which we have mentioned earlier. And പിന്നുള്ളത് ophiolite complexes ആണ്, which is found in Andaman Islands and the Himalayas. These are slices of the Earth's oceanic crust often linked to hydrogen production. പിന്നീടുള്ളത് ഗ്രീൻസ്റ്റോൺ ബെൽറ്റ്സ് ആണ്, ലൊക്കേറ്റഡ് ഇൻ പ്ലേസസ് ലൈക്ക് ധാർവാർ, വിച്ച് ഈസ് ഇൻ കർണാടക. പിന്നെ അതേപോലെ ജാർഖണ്ഡിലുള്ള സിംഗ്ബം. ഇവിടെയൊക്കെ ഓൾഡ് റോക്സ് ഫോർമേഷൻ റിച്ച് ഇൻ മിനറൽസ് ആൻഡ് പോസിബിളി ഓർഗാനിക് മാറ്റർ. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്രീൻസ്റ്റോൺ ബെൽറ്റ്സിൽ ഈ ഒരു ഇന്ത്യയുടെ ഒരു നാച്ചുറൽ ഹൈഡ്രജൻ ഗ്യാസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ സെഡിമെന്ററി ബേസിൻസിൽ സച്ച് ആസ് ബിന്ദ്യൻസ്, കടപ്പ ഈസ് ഇൻ ആന്ധ്രാപ്രദേശ് ഐ തിങ്ക്, ആൻഡ് ഗോണ്ട്വാന നിങ്ങൾക്ക് അറിയായിരിക്കും, ആൻഡ് ഛത്തീസ്ഗഡ്. ദീസ് ആർ റീജിയൻസ് where layers of sediments and organic materials may have collected over millions of years. അപ്പോൾ നമ്മൾ ഈ ഒരു സെഡിമെന്ററി ബേസിൻസിനെ പറ്റിയിട്ടാണല്ലേ പറഞ്ഞത്, വിച്ച് ഈസ് സച്ച് ആസ് ബിന്ദ്യൻ, കടപ്പ, ഗോണ്ട്വാന, ഛത്തീസ്ഗഡ് ആൻഡ് ഓൾ. ഈ ഒരു ഗോണ്ട്വാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ആസ് എ റീജിയൻ ഇൻ ഇന്ത്യ ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഏൻഷ്യൻ സൂപ്പർ കോണ്ടിനെന്റ് ഗോണ്ട്വാന ലാൻഡ്. ഇറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ജിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ എൻറ്റിറ്റി. ഇതിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ, ഈ ഒരു ഗോണ്ട്വാന റീജിയൻ ഇന്ത്യയുടെ ഒരു ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ ഇന്ത്യയിലാണ്. ഈ ഒരു മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര, ആ ഒരു ഇതെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു റീജിയനെയാണ് ഈ ഒരു ഗോണ്ട്വാന റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഗോണ്ട്വാന റീജിയൻ ഇൻ ഇന്ത്യ, നെയിംഡ് ആഫ്റ്റർ ദ ഗോണ്ടി പീപ്പിൾ, is known for its rich history and cultural heritage, and it played a very crucial role in the formation of the supercontinent Gondwana land. സോ ഇവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഗോണ്ട് എന്ന് പറയുന്ന ആൾക്കാർ, ഇവരൊരു ദ്രവീഡിയൻ സ്പീക്കിംഗ് പീപ്പിൾ ആണ്, ആൻഡ് ദേ ആർ ദ ഡോമിനന്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ദിസ് റീജിയൻ, ആൻഡ് ദേ ഹാവ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ദാറ്റ് ഈസ് ഡീപ്ലി ഇന്റർവൈൻഡ് വിത്ത് ദ ലാൻഡ് ആൻഡ് ഓൾ. സോ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ ജോഗ്രഫിയിലൊക്കെ പഠിക്കും. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ നോക്കിയത് ഫ്രാക്ചേർഡ് ബേസ്മെന്റ് റോക്സ് ആൻഡ് ഹോട്ട് സ്പ്രിങ്സ് ആണ്. These areas may allow hydrogen to escape from deep underground. So together these regions shows that India could have a significant natural hydrogen reserves which may help it transition to clean energy if explored and developed properly. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു നാച്ചുറൽ ഹൈഡ്രജൻ എക്സ്പ്ലോറേഷൻ്റെ ഇതിൽ. ഒരു 2023 എൻഡോട് കൂടി 2020 10 പേരായിരുന്നു, അതായത് ദ നമ്പർ ഓഫ് കമ്പനീസ് ലുക്കിംഗ് ഫോർ ഹൈഡ്രജൻ, നാച്ചുറൽ ഹൈഡ്രജൻ ഗ്രൂ ഫ്രം 10 in 2020 to 40 in the end of 2023. What is the showing that fast growing interest in the exploration of natural hydrogen എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കൺട്രീസ് ആക്റ്റീവ്ലി എക്സ്പ്ലോറിങ് നാച്ചുറൽ ഹൈഡ്രജൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയ, USA, സ്പെയിൻ, ഫ്രാൻസ്, അൽബേനിയ, കൊളംബിയ, സൗത്ത് കൊറിയ ആൻഡ് കാനഡ. ചില കമ്പനീസ് അവകാശപ്പെടുന്നത് അവർക്ക് ഈ ഒരു നാച്ചുറൽ ഹൈഡ്രജൻ, അതായത് ഒരു $1 per kg ആ ഒരു ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്, വിച്ച് ഈസ് ചീപ്പർ ദൻ ഗ്രീൻ ഹൈഡ്രജൻ അല്ലേ, ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ഓർ ഹൈഡ്രജൻ ഫ്രം നാച്ചുറൽ ഗ്യാസസ് ആൻഡ് ഓൾ. സോ ഇതിനുള്ള കീ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്, the US Geological Survey started mapping areas that could produce hydrogen, and the American Association of Petroleum Geologists created its first natural hydrogen committee, showing serious industry focus in the exploration of natural hydrogen. പിന്നെ ഒരു കൊളോമ എന്ന് പറയുന്ന ഒരു US സ്റ്റാർട്ടപ്പ്, അവർ 245 million റേസ് ചെയ്തിട്ടുണ്ട് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ആമസോൺ ആൻഡ് ബിൽ ഗേറ്റ്സ്, ബ്രേക്ക് ത്രൂ എനർജി വെഞ്ചേഴ്സ് ആൻഡ് ഓൾ. പിന്നെ അതർ ബിഗ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മാൻഡിൽ 8 ആണ് യൂറോപ്പിലുള്ളത്, അതേപോലെ തന്നെ സ്നോഫോക്സ് ഡിസ്കവറി ഇൻ UK. സോ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, ദാറ്റ് നാച്ചുറൽ ഹൈഡ്രജൻ ഈസ് ബിക്കമിങ് എ മേജർ ഫോക്കസ് ഫോർ ക്ലീൻ എനർജി ഇൻവെസ്റ്റ്മെന്റ് വേൾഡ് വൈഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാൻഡിൽ 8 എന്ന് പറഞ്ഞൊരു ആൾക്കാരെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ, ഈ ഒരു ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇൻ മാൻഡിൽ 8 ഇൻ യൂറോപ്പ്, അതേപോലെ UK-യിലുള്ള ഒരു സ്നോഫോക്സ് ഡിസ്കവറി. ഈ ഒരു മാൻഡിൽ 8 എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, 2024 ഫൗണ്ട് ചെയ്തതാണ്. അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ ഹൈഡ്രജനിലാണ്, എ ക്ലീൻ ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു കൺവെൻഷണൽ ഹൈഡ്രജൻ. ഈ ഒരു കമ്പനി മെയിൻലി എംപ്ലോയ്സ് എ സയന്റിഫിക് ഡ്രിവൺ അപ്രോച്ച് ദാറ്റ് കമ്പൈൻസ് ജിയോഫിസിക്സ്, ജിയോകെമിസ്ട്രി ആൻഡ് സീസ്മിക് ഡാറ്റ ടു അക്യുറേറ്റ്ലി ഡിറ്റക്ട് ആൻഡ് ക്വാണ്ടിഫൈ നാച്ചുറൽ ഹൈഡ്രജൻ റിസർവ്സ് ബെനീത്ത് ദി എർത്ത് സർഫസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്നോഫോക്സ് ഡിസ്കവറിയെ പറ്റി പറഞ്ഞാൽ, ഇവർ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. ഇവർ
അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ ഹൈഡ്രജനിലാണ്. ഹൈഡ്രജൻ ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ ദി എർത്ത്സ് ക്രസ്റ്റ് ത്രൂ ജിയോ കെമിക്കൽ പ്രോസസ് ആൻഡ് ഓൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണ്? ഇത് ഷോസ് ദാറ്റ് നാച്ചുറൽ ഹൈഡ്രജൻ ഈസ് ബിക്കമിങ് എ മേജർ ഫോക്കസ് ഫോർ ക്ലീൻ എനർജി ഇൻവെസ്റ്റ്മെന്റ് വേൾഡ് വൈഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരാം. നമ്മൾ നാച്ചുറൽ ഹൈഡ്രജനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നാച്ചുറൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ലോ കോസ്റ്റ് എനർജി സോഴ്സാണ്, ആൻഡ് വിച്ച് ഈസ് ഫോംഡ് അണ്ടർഗ്രൗണ്ട് ത്രൂ നാച്ചുറൽ പ്രോസസ്സസ്. അപ്പോൾ ഈ ഒരു ഗ്രോയിങ് ഗ്ലോബൽ ഇൻട്രസ്റ്റും അതേപോലെ ഈ ഒരു കുറേ നമ്മൾ പ്രോമിസിങ് ഡിസ്കവറീസും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു നമ്മളെ വീഡിയോയിൽ. സോ ഇറ്റ് കുഡ് പ്ലേ എ വെരി കീ റോൾ ഇൻ ദ ഫ്യൂച്ചർ ഓഫ് സസ്റ്റൈനബിൾ എനർജി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അത് നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമുക്ക് നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. സോ ബൈ ഗൈസ്, ഹാവ് എ നൈസ് ഡേ.